വേനൽ മഴ ശക്തമായതോടെ അപകടങ്ങളും പെരുകി. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടമാക്കുന്നതും അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഇന്നലെ മാത്രം പാലായിൽ 3ഓളം അപകടങ്ങൾ ഉണ്ടായി. നിയന്ത്രണം വിട്ട KSRTC ബസ് വൈദ്യുത തൂണുകൾ ഇടിച്ചു തകർത്തു. പാലാ തൊടുപുഴ റോഡ് കാനാട്ടുപാറയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. ബസ് വൈദ്യുത തൂൺ ഇടിച്ചു തകർത്ത് ഓടയിൽ ചാടി. ഞായറാഴ്ച വെളുപ്പിന് 4 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇവരെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. കണ്ണൂരിൽ നിന്നും പുനലൂർക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പാലാ മുണ്ടുപാലത്തെ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. രാമപുരം ഭാഗത്തു നിന്നുമെത്തിയ കാർ മുണ്ടുപാലം സ്കൂളിന് സമീപം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിർദിശയിലെത്തിയ ബസ്സിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ പോസ്റ്റ് ഇടിച്ച് തകർക്കുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കി. ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. പാലാ പൊൻകുന്നം റോഡിൽ കുറ്റിലെത്ത ബൊലേറോ ജീപ്പ് പോസ്റ്റിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. ഉച്ചയ്ക്ക് 2:00ഓടെയായിരുന്നു അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മഴയത്ത് ബ്രേക്ക് സ്ലിപ്പായതാണ് അപകട കാരണം. മഴക്കാലം തുടങ്ങിയതിനാൽ ഡ്രൈവിംഗ് ശ്രദ്ധിക്കണമെന്നും അമിത വേഗത അരുതെന്നും RTO ഉദ്യോഗസ്ഥരും പോലീസും നിർദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.